ഇന്ന് കുന്തൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഒരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റഡ് ഉണ്ടാക്കാം കേട്ടോ. സ്റ്റഡ് ചെറുതാണ് കേട്ടോ, ഹാങ്ങിങ്ങിനാണ് വലിപ്പം കൂടുതൽ. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സ്റ്റഡ്. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഹാങ്ങിങ്ങിന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഹാങ്ങിങ്ങിന് ഞാൻ വേറെ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാദ്യം റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് ചുറ്റും ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റോൺ ചെയ്യാനാണ് അതിനെ ചുറ്റും ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് ചുറ്റും വീണ്ടും സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ വരെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ കമ്മലിൻ്റെ ഹാങ്ങിങ് വരിക. ഇനി നമുക്ക് സെറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ബാക്ക് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അരിപ്പിന്നും കൂടിയിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വരണ വിധത്തിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കമ്മലിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എന്തെങ്കിലും കൂടുതലായിട്ടുള്ളതുണ്ട് വെച്ചെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിയിട്ട് ശരിയാക്കിയാൽ മതി കേട്ടോ. സ്റ്റഡിൻ്റെ അവിടെയും ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ സ്റ്റഡ് ബേസ് ആക്കിയിട്ടുള്ള വാക്സ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ.
ഇതൊക്കെ ഒട്ടിച്ച് കൂടുതലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഹാങ്ങിങ് സ്റ്റഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കമ്മൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കമ്മൽ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.